ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽപുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു പുട്ടാണ്. ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ടിഫിനായിട്ട് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. പാൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ പുട്ടുപൊടി എടുക്കാം. ഞാനിവിടെ നിറപറയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് പുട്ടുപൊടിയാണോ ഉപയോഗിക്കാറുള്ളത് ആ പുട്ടുപൊടി എടുത്താൽ മതിയാവും കേട്ടോ. അരിയുടെ പുട്ടുപൊടി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി പാൽപുട്ടിലേക്ക് വേണ്ട മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പാലിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ തേങ്ങാപ്പാലും വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫുൾ ഫാറ്റുള്ള 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 3/4 മുതൽ 1 കപ്പ് പാൽ വരെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തോന്നും ഇത് ദോശമാവ് പോലെ ആയല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ഇതിലെന്നെ നമുക്ക് കിട്ടണം. ഇനി ഈ പാലൊക്കെ ഈ ഒരു അരിപ്പൊടിയിൽ വറ്റി നന്നായിട്ട് അരിപ്പൊടി ഈ പാലിൽ സോക്കായിട്ട് കിട്ടും. എങ്കിലാണ് നമ്മുടെ പാൽപുട്ടിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടും നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. പകരം നിങ്ങൾ പാൽപ്പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ പാലെടുത്താലും മതിയാവും. ഇത് നമുക്കൊരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. എൻ്റെ വലിയ ക്യാരറ്റായ കാരണം കൊണ്ടാണ് ഞാൻ പകുതി എടുത്തിരിക്കുന്നത്. ചെറിയ ക്യാരറ്റാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ്. അപ്പോൾ പുട്ടിന് ഇടാനായിട്ടുള്ള തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ള തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പുട്ടിന് ഇടാൻ വേണ്ടിയിട്ടുള്ള നമ്മളിടയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഈ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കാനുള്ളത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. എനിക്ക് ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയൊരു ചെറുമധുരമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ തേങ്ങയിൽ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതായത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാനൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം അഥവാ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ തേങ്ങയിലേക്ക് ഈ ജീരകവും പഞ്ചസാരയൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് തേങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പുട്ടുപൊടിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല വാട്ടറായിട്ട് ഇരുന്നത്. ആ പൊടിയൊക്കെ പാലിൽ സോക്കായി നല്ല ഇങ്ങനെ ഉലർന്ന് വരുന്ന ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ആ പാലിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള പുട്ടായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ടിനി ഉലർത്തിയെടുക്കാം നമുക്ക്. അപ്പോൾ അത്യാവശ്യം പൊടി ഉണ്ടാവും കേട്ടോ. ഒരു 250 ml കപ്പിൽ അത്യാവശ്യം പൊടി ഉണ്ടാവും. അപ്പോൾ ഇരട്ടിക്കും. നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി ഇരട്ടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ആ ഒരു മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ആദ്യം ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഉലർത്തി എടുക്കണം. എങ്കിലേ പുട്ട് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. വീണ്ടും രണ്ടാമത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഉലർത്തിയെടുക്കുന്നുണ്ട്. ഒരുമിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഇങ്ങനെ ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇതിൽ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് കുറച്ച് അങ്ങനെ വാട്ടറി ആയിരിക്കും. വാട്ടറി അല്ല, അത് ആ പഞ്ചസാര മെൽട്ടായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ ഉണ്ടാവും. അത് കാരണം പുട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് യെല്ലോ കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മധുരം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂണിൽ കറക്റ്റ് ചെറിയൊരു മധുരമായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കണം. ഈ നെയ്യും കൂടെ ചേർത്താലേ നമ്മളുടെ പുട്ട് പൂർണ്ണമാവുള്ളൂ കേട്ടോ. അതൊന്നും നമുക്ക് ഇതിലേക്ക് ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ നെയ്യും കൂടെ നെയ്യിൻ്റെ ഒരു സ്മെല്ലും കൂടി ആകുമ്പോൾ പുട്ട് നല്ല സാധ്യ മണവും രുചിയൊക്കെ ആവും കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി നല്ല രുചിയൊക്കെ കിട്ടും കേട്ടോ പാൽപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് തന്നെ നല്ല രുചിയുള്ള പുട്ട് തന്നെയാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലാണ് പുട്ടുണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനെ അടച്ച് നന്നായിട്ട് ആവിയൊന്ന് വരട്ടെ. പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിരട്ട പുട്ടിൻ്റെ മോഡലാണ് ഉണ്ടാക്കുന്നത്. നടുവിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഒരു ഭംഗിക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിരട്ടപ്പുട്ടിൻ്റെ വേണമെന്നില്ല, നീളം പുട്ടിൻ്റെ കുഴലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായാലും പ്രശ്നമൊന്നുമില്ല. ഇതിലുള്ളത് ഇപ്പോൾ ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ കാരണം ഞാൻ ചിരട്ടപ്പുട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ പുട്ടുണ്ടാക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കുക്കറിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ടാവും. പുട്ട് റെഡി ആയിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുട്ടാണ്. ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല, ഞാൻ വീണ്ടും പറയുകയാണ്. കറിയൊന്നും ആവശ്യമില്ല, അത് വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് ഈ ഒരു അളവിൽ എനിക്ക് 5 ചിരട്ട പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി അതിലും കൂടുതലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാതും ഇതുപോലെ ഉണ്ടാക്കാം. രണ്ടാമത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട നല്ലൊരു പുട്ട് റെസിപ്പിയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.